നമുക്കിനി താനൂർ പരിശോധിക്കാം. താനൂർ ഒരു മന്ത്രി മണ്ഡലമാണ്, പക്ഷേ മന്ത്രി ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല. ആളാണ് ഏറ്റവും അവസാന നിമിഷം മത്സര രംഗത്ത് നിന്ന് അബ്ദുറഹ്മാൻ മാറിയ മണ്ഡലമാണ് താനൂർ. താനൂരിൽ LDF സ്ഥാനാർത്ഥി P മുഹമ്മദ് സമീർ, UDF PK നവാസ്, NDA ദീപ പുഴയ്ക്കൽ. കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് കൈവിട്ടു പോയ മണ്ഡലം മുസ്ലിം ലീഗിന് ഈ മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമാണ്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റായ PK നവാസിനെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അയച്ചിരിക്കുന്നു. താനൂരിൽ ഞങ്ങളൊരു വലിയ ചർച്ച നടത്തി, വലിയ ജനക്കൂട്ടമാണ്. കാരണം വളരെ സ്പിരിറ്റഡ് ആയിട്ട് അവിടെ താനൂരിലെ ജനങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ താനൂരിൽ എന്താണ് സംഭവിക്കുക? താനൂർ എന്ത് പറയും? നവാസ് 50.12, LDF 42.08% വോട്ടുകൾ പിടിക്കും സ്റ്റിൽ, അല്ലെ? NDA 7.8% വോട്ടുകളാണ്. 8.4 മുൻതൂക്കം UDFന് താനൂരിലുണ്ട്. സ്വാഭാവികമായിട്ട് അബ്ദുറഹ്മാൻ മത്സരിക്കുന്നത് കൊണ്ട് മാത്രം LDF ജയിച്ചു വരുന്ന മണ്ഡലമാണ് താനൂർ. അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടും അദ്ദേഹത്തെ മാമൻ എന്നാണ് അവിടെ നാട്ടുകാർ വിളിക്കുന്നത്. അപ്പോൾ മാമൻ മത്സരിക്കുന്നത് കൊണ്ട് LDFന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സീറ്റാണ് താനൂർ. അതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞ തവണ ഭയങ്കര സംസ്ഥാന ഇലക്ഷൻ ദിവസം നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന സീറ്റുകളാണ് താനൂർ, തവനൂർ പോലെയുള്ള മണ്ഡലങ്ങൾ. അപ്പോൾ ഇത്തവണ പക്ഷേ സ്ഥാനാർത്ഥി മാറുന്നു. മലപ്പുറത്ത് ഒട്ടാകെ ഒരു UDF അനുകൂല തരംഗമുണ്ട്. എന്തുകൊണ്ട് അബ്ദുറഹ്മാൻ അവിടെ നിന്ന് ഒരുപക്ഷെ ഇത് ഇത്തവണ ഈ പറഞ്ഞ PK നവാസ് സ്ഥാനാർത്ഥിത്വം വരുന്നു. ഒരു കടുത്ത മത്സരം അബ്ദുറഹ്മാൻ മാറിയാൽ ഉണ്ടാകുമെങ്കിൽ ഈ ഒരു ലീഡ് വരില്ല. ഇപ്പോൾ 8% മുകളിലാണ്. ഒരു മത്സരം അദ്ദേഹം അവിടെ കണ്ടിട്ടുണ്ടായിട്ടായിരിക്കാം ഒരു പക്ഷേ. അല്ല, അതായത് വീട് നിൽക്കുന്നത് തിരൂര്, ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം, വീട് എല്ലാം തിരൂരാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും V അബ്ദുറഹ്മാന് താനൂരിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. തിരൂര് മത്സരിക്കണമെന്ന് തന്നെയായിരുന്നു അബ്ദുറഹ്മാന് താല്പര്യം. പക്ഷേ അന്ന് CPM നേതൃത്വം സമ്മതിച്ചില്ല. നിങ്ങൾ താനൂരിൽ തന്നെയാണ് മത്സരിക്കേണ്ടതെന്ന് കോടിയേരി അടക്കമുള്ളവർ പറഞ്ഞതിനെ തുടർന്ന്, നിർബന്ധിച്ചതിനെ തുടർന്നാണ് അബ്ദുറഹ്മാൻ മത്സരിച്ചത്. പക്ഷെ കഷ്ടിച്ച് ജയിച്ചു, മന്ത്രിയായി. തിരൂരിൽ കുറുക്കോളി മൊയ്തീനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. പക്ഷേ മലപ്പുറത്തിന്റെ ഒരു ജനറൽ ട്രെൻഡ് നമ്മൾ കണ്ടതാണ്.